മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണി അധികാരം നേടുമെന്ന് AICC നിരീക്ഷകൻ രമേശ് ചെന്നിത്തല 24 പറഞ്ഞു. എക്സിറ്റ് പോളിൽ വിശ്വാസമില്ല. 10 മുതൽ 15 സീറ്റ് വരെ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും. ചില സ്വതന്ത്രരും ഇന്ത്യ മുന്നണിക്ക് ഒപ്പമുണ്ടാകുമെന്നും മഹാരാഷ്ട്രയിലെ AICCയുടെ ചുമതലക്കാരൻ കൂടിയായ രമേശ് ചെന്നിത്തല 24 പറഞ്ഞു. ഉമേഷ് ബാലകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. എക്സിറ്റ് പോളുകൾ വന്നു കഴിഞ്ഞു. പക്ഷേ മഹാരാഷ്ട്രയിലെ ഗ്രൗണ്ട് നേരിട്ട് അറിയാവുന്ന ആളാണ് ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹമായിരുന്നു AICCയുടെ ചുമതല, കോൺഗ്രസിൻ്റെ ചുമതലയുണ്ടായിരുന്നത്. എന്തായാലും എക്സിറ്റ് പോളുകൾ അത്ര പ്രതീക്ഷ നൽകുന്നതാണോ? എക്സിറ്റ് പോളുകൾ എനിക്ക് ഒരു കാലത്തും വിശ്വാസമില്ലാത്ത ഒരു കാര്യമാണ്. എക്സിറ്റ് പോളുകൾ യഥാർത്ഥ ജനവികാരം പ്രതിഫലിപ്പിക്കുന്നില്ല. കാരണം അവരുടെ കുറ്റമല്ല. അവർ ചെറിയ ഒരു നിയോജകമണ്ഡലത്തിലെ 10 പേരുടെ 10 സാമ്പിളായിരിക്കും എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ പൂർണ്ണമായ വിചാരങ്ങൾ പ്രതിഫലിപ്പിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ഞങ്ങൾക്ക് വളരെ കുറച്ച് സീറ്റേ പറഞ്ഞിരുന്നുള്ളൂ. 48 സീറ്റിൽ 31 നമ്മൾ ജയിക്കുമെന്ന് ഒരു എക്സിറ്റ് പോളും പറഞ്ഞില്ല. തന്നെയുമല്ല, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് സ്വന്തമായി BJPക്ക് വലിയ മുന്നേറ്റമുണ്ടാകുമെന്നും സ്വന്തമായി ഭരിക്കാനുള്ള സീറ്റ് ലഭിക്കുമെന്നുമാണ് എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിച്ചത്. ഹരിയാനയിലോ എല്ലാ എക്സിറ്റ് പോളുകളും കോൺഗ്രസ് ജയിക്കുമെന്നാണ് പറഞ്ഞത്. ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വന്നു തുടങ്ങിയല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള അറിയിപ്പ്? ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വിലയിരുത്തൽ വളരെ ടൈറ്റ് ഇലക്ഷനാണ്. ഒരു 10 സീറ്റുകളുടെ വ്യത്യാസത്തിൽ മഹാവികാസ് അഘാടി ജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. വളരെ വളരെ ടൈറ്റായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. ഒരു കേവല ഭൂരിപക്ഷം എന്തായാലും ഉണ്ടാവും എന്ന് കരുതുന്നുണ്ട്. കേവല ഭൂരിപക്ഷം കിട്ടും. ഒരു 10-15 സീറ്റുകളുടെ വ്യത്യാസത്തിന് മഹാവികാസ് അഘാടി ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. കുറച്ച് സ്വതന്ത്രന്മാരും ഉണ്ടാകും. ഇതാണ് എൻ്റെ വിലയിരുത്തൽ. കോൺഗ്രസിൻ്റെ ഒരു സീറ്റ് നില എങ്ങനെയായിരിക്കും? കോൺഗ്രസ്സിന് 60-നും 70-നും മുകളിൽ 70 വരെ പോകാം എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. നിരവധി സ്വതന്ത്രർ മത്സരരംഗത്തുണ്ടായിരുന്നു. അവരെല്ലാം ഒപ്പം ചേർക്കാനുള്ള ശ്രമങ്ങൾ അതിപ്പോൾ എല്ലാ പാർട്ടികളും ചെയ്യും, ഞങ്ങളും ചെയ്യും, അവരും ചെയ്യും. നമുക്ക് നോക്കാം. എന്നാണ് മഹാരാഷ്ട്രയിലേക്ക്? ഞാൻ നാളെ മറ്റന്നാൾ രാവിലെ മഹാരാഷ്ട്രയ്ക്ക് പോകുന്നുണ്ട്. പൂർണ്ണ ആത്മവിശ്വാസമാണ് കേവല ഭൂരിപക്ഷം കിട്ടും എന്നാണ്. നല്ല ടൈറ്റ് ഇലക്ഷനാണ്, ഒരു സംശയവുമില്ല. ടൈറ്റ് ഇലക്ഷനാണ്. പക്ഷേ മഹാവികാസ് അഘാടിക്ക് ഒരു എഡ്ജുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. മഹാവികാസ് അഘാടി സർക്കാർ ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് താഴെ തലങ്ങളിലെ വിലയിരുത്തൽ എന്നെ പഠിപ്പിക്കുന്നത്. കേരളത്തിലും നല്ല മുന്നേറ്റം UDF ഉണ്ടാക്കും എന്നാണ് എൻ്റെ വിലയിരുത്തൽ. പാലക്കാട് എങ്ങനെ എന്തായാലും ഭൂരിപക്ഷം എന്തെങ്കിലും പ്രവചിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? പാലക്കാട് രാഹുൽ മാങ്കൂട്ടം നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നാണ് എൻ്റെ വിലയിരുത്തൽ. എല്ലാ ആളുകളോടും സംസാരിക്കുമ്പോഴും അവർ അത് തന്നെയാണ് എന്നോട് സൂചിപ്പിച്ചിട്ടുള്ളത്. വ്യക്തമാണ്. എന്തായാലും നിലപാട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഗ്രൗണ്ട് ലെവലിൽ ഏറ്റവും കൃത്യമായ കാര്യങ്ങൾ അറിയാവുന്ന ആളാണ് രമേശ് ചെന്നിത്തല. എന്തായാലും 10 മുതൽ 15 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഇപ്പോൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഓക്കെ, ഭൈരവൻ കണ്ണൂർ പറഞ്ഞത് രാഹുൽ ജയരാജ് 2 ദിവസം 24 വെച്ചാൽ അടുത്ത വട്ടം സെർച്ച് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ 24 ഓൺ ആകും എന്നാണ് പറയുന്നത്. താങ്കൾ അങ്ങനെ ചെയ്തു നോക്കൂ.